ഡിയർ ഡിവൈൻ ഫെമിനിൻസ്, നിങ്ങൾ ഈ ഒരു ജേണിയിലേക്ക് അവേക്കണിങ് സംഭവിക്കുന്ന സമയത്ത് പലപ്പോഴും നിങ്ങൾ അറിയാതെ നിങ്ങളൊരു ലൂപ്പിലേക്കാണ് എൻ്റർ ചെയ്യുന്നത്. ട്വിൻ ഫ്ലെയിം ജേണിയിലാണ് നിങ്ങളെന്ന് അറിയുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ ആത്മീയ പാതയിലാണ്. പക്ഷേ അത് മനസ്സിലാക്കാനുള്ള ഒരു അവയർനെസ് ഇല്ല. നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻസ് നിങ്ങളെ സ്പിരിച്വൽ അവേക്കണിങ്ങിലേക്ക് തള്ളിവിടുന്നതിന് വേണ്ടിയിട്ട് എപ്പോഴും പാകപ്പെട്ടിട്ടുള്ളതായിരിക്കും. അതായത് പലപ്പോഴും അത്ര സ്മൂത്തായിട്ടുള്ള ഒരു ജീവിത സാഹചര്യമായിരിക്കില്ല ട്വിൻ ഫ്ലെയിംസിന് ഉണ്ടായിരിക്കാം. മിക്ക ട്വിൻ ഫ്ലെയിംസിനും ചെറുപ്പകാലം മുതലേ വളരെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. വളരെ കഷ്ടതകൾ നിറഞ്ഞിട്ടുള്ള ജീവിത രീതികളായിരിക്കും അവർക്ക് ഉണ്ടായിരിക്കാം. ഈ ഒരു പാതയിലേക്ക് നിങ്ങൾ വരുന്ന സമയത്ത് നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ, അതായത് നിങ്ങളൊരു സാറ്റേൺ ൻ്റെ ഇൻഫ്ലുവൻസ് ഈ ഒരു ടൈമിൽ കൂടുതലായിരിക്കും. അതായത് കർമ്മ ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. അങ്ങനെ നിങ്ങൾ അതിലേക്ക് എൻ്റർ ചെയ്ത് കഴിയുന്ന സമയത്ത് നിങ്ങൾ പോലും അറിയാതെ അവിടെ ഒരു സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യണം. ആ സൈക്കിൾ എന്ന് പറയുന്നത് ഒരു സെപ്പറേഷൻ ആൻഡ് റെസ്റ്റ്, ആ ഒരു മോഡൽ സൈക്കിളാണ്. അതായത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാക്കും, ഒരു ഡിവൈൻ ഫെമിനൈൻ ആണെങ്കിൽ ഒരു 6 months സൈക്കിൾ എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൾട്ടായിട്ടുള്ളതായിരിക്കും. സോൾ ലെവലിൽ വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള പെയിൻ ആയിട്ടുള്ള അനുഭവങ്ങളുള്ള സൈക്കിളായിരിക്കും. അടുത്ത 6 months എന്ന് പറയുന്നത് ഒരു റെസ്റ്റിംഗ് പീരീഡ്, ഒരു കൈൻഡ് ഓഫ് ഒരു ഹീലിംഗ് പീരീഡായിട്ട് മാറും. ഒരു പവർ കിട്ടുന്ന പീരീഡായിട്ട് മാറും. അപ്പം ഇതുപോലത്തെ ഒരു 6 ആയിട്ടുള്ള സൈക്കിളാണ് ട്വിൻ ഫ്ലെയിം ജേണിയിൽ പൊതുവേ കണ്ടുവരാറ്. ഈ ഒരു സൈക്കിൾ എന്ന് പറയുന്നത് വളരെ പണ്ട് മുതലേ ഉണ്ടായിരിക്കും. പക്ഷേ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് എപ്പോഴായിരിക്കും? നമുക്കൊരു സോൾ ലെവലിൽ നമുക്കൊരു അവയർനെസ്സും വിസ്ഡവും എല്ലാം കിട്ടിക്കഴിഞ്ഞാലാണ് നമ്മളൊരു സൈക്കിളിലാണ് എന്ന് പോലും നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ട്വിൻ ഫ്ലെയിം ജേണിയിലുള്ള ഡിവൈൻ ഫെമിനൈൻസ് ആണെങ്കിൽ മേജറായിട്ട് ഇവരുടെ ഈ ഒരു സൈക്കിൾ കുറച്ചും കൂടി ഇൻറ്റൻസ് ആയിട്ട് വരുന്നത് ഇവർ ട്വിൻ ഫ്ലെയിം ജേണിയിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള സമയത്തായിരിക്കും. അതായത് ഡിവൈൻ ഫെമിനൈൻസിനെ സംബന്ധിച്ചിടത്തോളം ഒരു മെയ് മുതൽ ഈ ഒരു നവംബർ വരെ, അല്ലെങ്കിൽ പൊതുവേ ഒരു നവംബർ വരെ എന്ന് പറയുന്നത് വളരെ കുറച്ചും റിലാക്സിങ് ആയിട്ടുള്ളത്, ഹീലിംഗ് ഒക്കെ നടക്കുന്ന കുറച്ച് പവർ ഡിവൈൻ ഫെമിനിൻസിന് ലഭിക്കുന്ന പീരീഡാണ്. തൻ്റെ വൂൺസിനെ ഹീൽ ചെയ്യാനും അതിനുവേണ്ടി പ്രവർത്തിക്കാനും തൻ്റെ പേഴ്സണൽ ഗ്രോത്തിന് വേണ്ടി പ്രവർത്തിക്കാനും മറ്റെല്ലാത്തിനും സാധിക്കുന്ന, അല്ലെങ്കിൽ നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസ് ലൈഫിൽ വരുന്ന ഒരു ടൈം പീരീഡാണ്. എന്നാൽ അതിന് ശേഷമുള്ള പീരീഡാണെങ്കിലോ, അതിന് ശേഷം മെയ് വരെ ഉള്ള പീരീഡ് എന്ന് പറയുന്നത് നല്ല തരത്തിൽ ക്ലെൻസിങ് നടക്കുന്ന, മെൻ്റലി ആൻഡ് ഫിസിക്കലി നല്ല രീതിയിൽ, സ്പിരിച്വലി ആണെങ്കിലും ശരി, നല്ല തരത്തിൽ ക്ലെൻസിങ് നടക്കുന്ന ഒരു പീരീഡാണ്. ആദ്യമൊക്കെ ഇത് വളരെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഇത് തുടങ്ങുന്നതും വളരെ ബുദ്ധിമുട്ടേറിയിട്ടുള്ള ഒരു സൈക്കിളിലായിരിക്കും, എൻഡ് ചെയ്യുന്നതും വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സൈക്കിളിലായിരിക്കും. അതായത് സ്റ്റാർട്ടിങ് എൻഡ് ഇതിനിടയ്ക്ക് കിടന്നിട്ട് നമ്മളിങ്ങനെ ലൂപ്പിൽ ഇങ്ങനെ ചുറ്റി കറങ്ങിക്കൊണ്ടിരിക്കും. ഇത് ലൂപ്പാണെന്ന് പോലും ഡിവൈൻ ഫെമിനൈൻസിന് മനസ്സിലാവില്ല. അതായത് ആദ്യ കാലഘട്ടങ്ങളിൽ ട്വിൻ ഫ്ലെയിം ജേണിയിൽ വരുന്ന സമയത്ത് ഡിവൈൻ ഫെമിനൈൻസിനെ സംബന്ധിച്ചിടത്തോളം ഒരേ ഒരു വിചാരമേ ഉണ്ടാകുള്ളൂ. അതെന്താണ്? ഡിവൈൻ മാസ്കുലിനെ എങ്ങനെയും തൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണമെന്ന്. ആ സമയത്ത് ഈ ലൂപ്പോ അല്ലെങ്കിൽ തൻ്റെ ജീവിത സാഹചര്യങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ള പേഴ്സണൽ കാര്യങ്ങളോ ഒന്നും തന്നെ നോക്കാൻ ഉള്ളൊരു മനസ്സോ അതിനുള്ള ഒരു വിവേകമോ ഒരു ഡിവൈൻ ഫെമിനൈൻസിന് ഉണ്ടായിരിക്കില്ല. ഈ ലൂപ്പിൽ താനും തൻ്റെ ഫാമിലി ആസ് എ പാർട്ട് ഓഫ് ഫാമിലി കർമ്മ ഓർ ആൻസിസ്റ്റർ കർമ്മ ഓർ വാട്ട് എവർ ഇറ്റ് ഈസ്, അതിൻ്റെ പാർട്ടിൽ ഇങ്ങനെ ഈ സൈക്കിളിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. ഡിവൈൻ ഫെമിനൈൻസും ഫാമിലിക്ക് വേണ്ടിയിട്ടും ആൻസിസ്റ്റേഴ്സിന് വേണ്ടിയിട്ടും എല്ലാവർക്കും വേണ്ടിയിട്ടും ഈ കർമ്മയെല്ലാം ഫേസ് ചെയ്ത് അതിനെ ഹീൽ ചെയ്യാൻ നിയോഗിക്കപ്പെട്ടത് ആരായിരിക്കും? ഡിവൈൻ ഫെമിനൈൻസ് ആണ്. ഒരു ഫാമിലിയിൽ ഒരാൾക്ക് അവേക്കനിങ് സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടെ ഫാമിലീൻ്റെ കർമ്മ, ആൻസിസ്റ്റർ കർമ്മ, ജനറേഷൻ പാറ്റേൺസ്, ബിലീഫ് സിസ്റ്റം എല്ലാതും അവിടെ ബ്രേക്ക് ചെയ്യാണ്. അത് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് ഡിവൈൻ ഫെമിനൈൻസ് ആണ്. അപ്പം ആ ഒരു പാറ്റേൺസിനെ ആണെങ്കിലും ബിലീഫ് സിസ്റ്റത്തിനെ ആണെങ്കിലും കർമാസിനെ ആണെങ്കിലും ഡിവൈൻ ഫെമിനൈൻസ് ഫേസ് ചെയ്യേണ്ടതുണ്ട്, അത് ഹീൽ ചെയ്യേണ്ടതുണ്ട്, അത് ബ്രേക്ക് ചെയ്യേണ്ടതുണ്ട്. അത് ബ്രേക്ക് ചെയ്യുന്നത് വരെ അല്ലെങ്കിൽ അത് ഹീൽ ചെയ്യുന്നത് വരെ ഡിവൈൻ ഫെമിനൈൻസ് എന്ന് പറയുന്നത് ഈ സൈക്കിളിൽ അല്ലെങ്കിൽ ഈ ഒരു ലൂപ്പിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. ഇനി ട്വിൻ ഫ്ലെയിം ജേണിയുടെ കോണ്ടെക്സ്റ്റിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ ഈ ഒരു സെപ്പറേഷൻ പീരീഡ് എന്ന് പറയുന്നത് നീണ്ടു നിൽക്കുന്ന, അല്ലെങ്കിൽ ഇന്ന യൂണിയൻ ഒരു ബ്ലോക്കായിട്ട് നിൽക്കുന്നത്, അല്ലെങ്കിൽ ഇന്ന യൂണിയൻ എത്തുന്നത് വരെ ഡിവൈൻ ഫെമിനൈൻസ് എന്ത് ചെയ്യും? ആദ്യത്തെ ഒരു 6 മാസം എന്ന് പറയുന്നത് ഡിവൈൻ മാസ്കുലിന് വളരെ പവർ ലഭിക്കുന്ന ഒരു പീരീഡാണ്. അതായത് നവംബർ ടു മെയ് ഡിവൈൻ മാസ്കുലിന് നല്ല പവറായിരിക്കും. അത് കഴിഞ്ഞാൽ ഡിവൈൻ മാസ്കുലിന് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ആ ബുദ്ധിമുട്ടുള്ള സമയങ്ങളിൽ ഡിവൈൻ ഫെമിനൈൻസിനാണെങ്കിലോ പവർ ഡിവൈൻ തരുന്ന സമയമാണ്. അപ്പം ഈ പവർ ലഭിക്കുന്ന സമയത്ത്, അതായത് മെയ് മുതൽ നവംബർ വരെ, നവംബർ 11 പോർട്ടൽ വരെ, അതിന് മുന്നേ എനർജി ഫീൽഡ് ഓപ്പൺ ചെയ്തിട്ടുള്ള ഡിവൈൻ ഫെമിനൈൻസ് ആണെങ്കിൽ അവർക്ക് ആ എനർജിയെ പിക്ക് ചെയ്യാനും ആ ഒരു
ആ ഒരു പവർലെസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ക്ലെൻസിങ് പീരീഡ് അപ്ലൈ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ഈ ഒരു പീരീഡിൽ ഡിവൈൻ ഫെമിനിൻസ് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഹീലിംഗ് ആണ്. വളരെ ഇൻറ്റൻസ് ആയിട്ട് ഹീലിംഗ് ചെയ്യുക, ഐഡൻറ്റിഫൈ ചെയ്ത് ഹീൽ ചെയ്യുക. ഇങ്ങനെ ഹീൽ ചെയ്ത് കഴിഞ്ഞ് വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഓരോ കർമാസും ഫേസ് ചെയ്ത് അത് ക്ലിയർ ചെയ്ത് അത് സീൽ ചെയ്യുന്നത് വരെ, ആ സീലിംഗ് എന്ന് പറയുന്നത് ഒരിക്കലും ഡിവൈൻ ഫെമിനിൻസിൻ്റെ കയ്യിലുള്ള കാര്യമല്ല. അത് ഡിവൈനിൽ നിന്നും നമ്മുടെ ഡിവൈൻ പവേഴ്സിൽ നിന്നും യൂണിവേഴ്സിൽ നിന്നും അനുവദിച്ച് കിട്ടേണ്ട അനുഗ്രഹമാണ്. ഓരോ പ്ലാനറ്ററി ചേഞ്ചസും അല്ലെങ്കിൽ ഫുൾ മൂൺ, ന്യൂ മൂൺ തുടങ്ങിയിട്ടുള്ള കോസ്മിക് ഇവൻറ്റ്സ് അതിനെ സപ്പോർട്ട് ചെയ്യാറുണ്ട്. ഓൾറെഡി റിട്ടേൺ ആണ് എപ്പോൾ, എന്ന് മുതൽ എപ്പോൾ വരെ ഈ ഒരു കർമ്മ അല്ലെങ്കിൽ ഈ ഒരു ലൂപ്പ് ഫെമിനൈൻസിന് തുടങ്ങണം, എൻഡ് ചെയ്യണം എന്നുള്ളത്. പക്ഷെ പലപ്പോഴും ഈ ഒരു ലൂപ്പിനെ നമ്മൾ മനസ്സിലാക്കാറില്ല. എത്രത്തോളം മുന്നേ നമ്മൾ മനസ്സിലാക്കുന്നു അത്രത്തോളം നമുക്ക് അതിന് വേണ്ടി വർക്ക് ചെയ്യാൻ പറ്റും. വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഇൻറ്റൻസിറ്റി എന്ത് ചെയ്യും, കുറയും. ഈ ഒരു ലൂപ്പിൽ പെട്ടിട്ട് നമുക്കൊരു ഇൻറ്റൻസ് ക്ലെൻസിങ് 6 months പീരീഡിലുള്ള ക്ലെൻസിങ് നടക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളായിരിക്കും ഉണ്ടാവുക. ചിലപ്പം ഒരു പാറ്റേൺ പോലെ ഹെൽത്ത് ഇഷ്യൂ ആയിരിക്കും വരിക, ഒരു പാറ്റേൺ പോലെ ഫിനാൻഷ്യൽ ഇഷ്യൂസ് ആയിരിക്കും വരിക, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് പാറ്റേൺസ് ആയിരിക്കും. എന്തെങ്കിലും ഒരു മേജറായിട്ടുള്ള കാര്യം നമ്മളിങ്ങനെ കറങ്ങിക്കൊണ്ടേ ഇരിക്കുന്നുണ്ടായിരിക്കും. വൺസ് അത് ഫെമിനൈൻസ് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അത് വർക്ക് ചെയ്യാം. അതിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ദൈവത്തിലേക്ക് സമർപ്പിച്ച് കഴിഞ്ഞാൽ അത് ഹീൽ ചെയ്ത് അത് ക്ലോസ് ചെയ്ത് അത് സീൽ ചെയ്ത് തരും. ഡിവൈൻ ടൈമിങ്ങിൽ അത് സംഭവിച്ചിരിക്കും. അപ്പോൾ പലപ്പോഴും ഡിവൈൻ ഫെമിനൈൻസിന് ഇതിനെക്കുറിച്ച് ഒരു അവയർനെസ് ലഭിക്കുന്നത് ഈ ഒരു സ്വയം ലഭിക്കുന്ന അവയർനെസ് ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ള വീഡിയോസിലൂടെ ലഭിക്കുന്ന അവയർനെസ് ആയിരിക്കാം. അതെല്ലാം ഡിവൈൻ ടൈമിങ്ങിൽ കിട്ടുന്ന ഒരു അവയർനെസ്സാണ്. ഈ ലൂപ്പിൽ കിടന്ന് ഇങ്ങനെ കഷ്ടപ്പെടുകയാണ്, ആരോടും പറയാനില്ല, പറഞ്ഞാലും മനസ്സിലാവില്ല. ഇത് ഡിവൈൻ ഫെമിനൈൻസ് അവർ അവേക്കണിങ്ങിലേക്ക് വന്ന സമയത്ത് അല്ലെങ്കിൽ അവരുടെ ഉള്ളിൽ ആ ഒരു സാറ്റൻ ഇമ്പാക്റ്റ് സ്റ്റാർട്ട് ചെയ്ത സമയം തൊട്ട് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഒരു 6 months എങ്ങനെയാണ്, മറ്റൊരു 6 months എങ്ങനെയാണ്, ആ ഒരു ഡിഫറൻസ് എപ്പോഴും എങ്ങനെയാണ്. അപ്പം ഓരോ തവണ അല്ലെങ്കിൽ ഓരോ 6 മാസം കൂടുമ്പോൾ ഉണ്ടാകുന്ന ക്ലെൻസിങ് പീരീഡ്, അതായത് നവംബർ ടു മെയ് വരെയുള്ള ക്ലെൻസിങ് പീരീഡിന് ശേഷം ഉണ്ടാകുന്ന ചേഞ്ചസ് അവയർനെസ്സിലും വിസ്റ്റത്തിലും, അത് സ്പിരിച്വലി ആണെങ്കിലും പേഴ്സണൽ ലൈഫിലും എന്തെങ്കിലും മൈനർ ആയിട്ടുള്ള ചേഞ്ചോ മേജർ ആയിട്ടുള്ള ചേഞ്ചസോ ഉണ്ടാകും. ഈ ഒരു സമയത്താണ് ഏറ്റവും ചേഞ്ചസ് കൊണ്ടുവരുന്നത്. ഓരോ തവണയും വലിയ മേജറായിട്ടുള്ള ഓരോ ഇഷ്യൂസ് നമ്മളറിയാതെ ക്ലീൻ ചെയ്ത് പോകുന്നുണ്ട്, റിലീസ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പം ഇവിടെ നമ്മൾ അവയർനെസ്സിൽ ഉണ്ടാകേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ളത് അല്ലെങ്കിൽ നമുക്ക് ചുറ്റുമുള്ളത്, നമ്മുടെ ഫാമിലിയിലുള്ളത്, നമ്മുടെ പേഴ്സണൽ ലൈഫിൽ എന്തെല്ലാം ബ്ലോക്കേജസ് ആണുള്ളത്, എന്തെല്ലാം പാറ്റേൺസിലാണ് നമ്മൾ കുടുങ്ങിക്കിടക്കുന്നത് എന്നുള്ളത് അവയർനെസ്സിലേക്ക് കൊണ്ടുവരാം. ആദ്യം ആ ഒരു അവയർനെസ്സിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ അത് ഹീൽ ചെയ്യാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. അതായത് നമ്മുടെ ഹീലിംഗ് വർക്ക് അതിലൂടെ നമ്മളത് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിലൂടെ തുടങ്ങുകയാണ് ചെയ്യുന്നത്. പിന്നീട് നമ്മൾ എന്ത് ചെയ്യും, അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാം. നമ്മളൊരു ബുക്ക് എടുത്തിട്ട് അതിൽ എഴുതി വെക്കണം എന്താണ് ലൂപ്പുകൾ, ഏതൊക്കെ സൈക്കിളിലാണ് ഞാൻ കടന്നു പോകുന്നത് എന്നുള്ളത്. ചിലപ്പോൾ അത് ട്വിൻ ഫ്ലെയിം ജേർണി റിലേറ്റഡ് ആയിട്ടായിരിക്കും, അതല്ലാതെ നമ്മുടെ പേഴ്സണൽ ലൈഫിലായിരിക്കും. എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്, ഒരു ട്വിൻ ഫ്ലെയിം അല്ലെങ്കിൽ DM എന്ന് അതിനെ ചേസ് ചെയ്യുക, അവർക്ക് വേണ്ടി കരയുക, അവരെ കാത്തിരിക്കുക, അവർ വരുമോ ഇല്ലയോ, അല്ലെങ്കിൽ അവർ വേറൊരാളെ കൂടെയാണെങ്കിൽ അത് ആലോചിച്ച് കരയുക. അത് മാത്രമല്ല നമ്മുടെ ജീവിതം, അല്ലേ, അതിനപ്പുറത്തേക്ക് നമുക്കൊരു നല്ലൊരു ജീവിതമുണ്ട്. നമ്മളത് അർഹിക്കുന്ന സോളുകളാണല്ലേ എല്ലാവരും. നല്ലൊരു ജീവിതം അർഹിക്കുന്ന ആളുകളല്ലാതെ എപ്പോഴും ഈ ഒരു സഫറിങ്സിനെ ഹോൾഡ് ചെയ്ത് പാർട്ട് ഓഫ് മൈ ലവ് എന്ന് പറഞ്ഞിട്ട് അതെന്ന് പറയുന്നത് ഒരു സാക്രിഫൈസ് ആണല്ലേ. ഡിവൈൻ ഫെമിനൈൻസ് എപ്പോഴും ആ ഒരു സാക്രിഫൈസ് മോഡലിലേക്ക് വരുന്നത് സെൽഫ് ലവ് ഇല്ലാത്തത് കൊണ്ടാണ്, ഈ ഒരു സൈക്കിളിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ ഈ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആകുമ്പോഴേക്ക് ഡിവൈൻ ഫെമിനൈൻസ് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുണ്ടായിരിക്കും. കാരണം അത്രയ്ക്കും വലിയ കർമാസാണ് ഡിവൈൻ ഫെമിനൈൻസ് എന്ത് ചെയ്യുന്നത്, ക്ലിയർ ചെയ്ത് സീൽ ചെയ്യുന്നത്. അതാണ് ഡിവൈൻ ഫെമിനൈൻസിൻ്റെ ഒരു സോളിൻ്റെ ഒരു പേർപ്പസും അതാണ്, ടു ഹീൽ ആൻഡ് സീൽ ദ കർമ്മ എന്നുള്ളതാണ്. അപ്പം ഐഡൻറ്റിഫൈ ചെയ്യുക, അത് എന്താണെന്ന് എഴുതി വയ്ക്കുക, പിന്നീട് അതിന് വേണ്ടിയിട്ട് ഓരോ പ്രശ്നങ്ങൾക്കും ഓരോ രീതിയിലുള്ള ഹീലിംഗ് സ്റ്റാർട്ട് ചെയ്യുക. പലപ്പോഴും മടിയുണ്ടായിരിക്കും, പക്ഷേ ചിന്തിക്കുക, സഫർ ചെയ്യണോ അത് ഹീൽ ചെയ്യണോ. ഹീൽ ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരു തരം റിലീസാണ് നമുക്ക് തരിക. ഹീൽ ചെയ്യുന്നതിന് മുന്നേയും ഹീൽ ചെയ്യുന്നതിന് മുന്നേ എങ്ങനെയാണോ അത് ഹീൽ ചെയ്തതിന് ശേഷം നമ്മൾ എങ്ങനെയാണെന്നുള്ളത് ഡിഫറൻസ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്താൽ മനസ്സിലാവും. കാരണം നമ്മളെപ്പോഴും ഈ ഒരു ബാഗേജസ് താങ്ങി നടക്കാൻ നിയോഗിക്കപ്പെട്ടവരല്ല. അത് ക്ലിയർ ചെയ്ത് അത് സീൽ ചെയ്ത് നല്ലൊരു ജീവിതം ജീവിക്കാൻ അർഹതപ്പെട്ടവരാണ്. അപ്പം എത്രയും പെട്ടെന്ന് നമ്മൾ ഹീൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സോള് ക്യാരി ചെയ്യുന്ന ആ ബാഗേജസ് എന്ത് ചെയ്യും, അവിടെ നമ്മൾ ഇറക്കി വയ്ക്കുകയാണ്. വെറുതെ ഇറക്കി വയ്ക്കല്ല, ദൈവത്തിലേക്ക് നമ്മൾ സമർപ്പിക്കുകയാണ്. അത് അനുഭവിച്ച് അത് ഫേസ് ചെയ്ത് അത് ഹീൽ ചെയ്തിട്ടാണ് നമ്മൾ റിലീസ് ചെയ്യുന്നത്. അത്രത്തോളം നമ്മളെ സോളിൻ്റെ ഭാരം കുറഞ്ഞ്
കുറഞ്ഞു വരികയാണ്. നമ്മൾ ജേണിയിൽ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ഒരു സൈക്കിൾ എങ്ങനെ ബ്രേക്ക് ചെയ്യാം എന്നുള്ളത് ഞാൻ പറയാം. ഇതൊരു ഡിവൈൻ ടൈമിങ്ങിലാണ് എൻഡ് ചെയ്യുന്നത്. ഓൾറെഡി റിട്ടൺ ആണ്, പക്ഷേ അത് ഓൾറെഡി റിട്ടൺ ആണ്, ഡിവൈൻ ടൈമിങ്ങിലാണ് അത് എൻഡ് ചെയ്യുക എന്ന് പറഞ്ഞ് നമ്മൾ വെറുതെ ഇരുന്നാൽ പോരാ. നമ്മളത് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഓരോ തരത്തിൽ നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് അത് വർക്ക് ചെയ്യണം. അതിപ്പോൾ ചിലപ്പോൾ നമ്മൾ വിചാരിക്കുക ഇത് മാസ്കുലിനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ളതല്ലല്ലോ, ഇതിപ്പോൾ എന്തിനാ എന്നൊക്കെ തോന്നും. പക്ഷേ അങ്ങനെയല്ല. നമ്മളെപ്പോഴും മനസ്സിലാക്കണം, നമുക്ക് നമ്മളുടെ ചുറ്റുമുള്ള ബ്ലോക്കേജസിനെ മനസ്സിലാക്കി, നമ്മളെ ഉള്ളിലുള്ള ബ്ലോക്കേജസിനെ മനസ്സിലാക്കി, എക്സ്റ്റേർണൽ വേൾഡിലുള്ള നമ്മളെ ബ്ലോക്ക് ചെയ്യുന്ന നമ്മുടെ പേഴ്സണൽ ആൻഡ് സ്പിരിച്വൽ ഗ്രോത്തിനെ ബ്ലോക്ക് ചെയ്യുന്ന പാറ്റേൺസിനെ ഐഡൻറ്റിഫൈ ചെയ്ത് നമ്മളെ 5D അവയർനെസ്സിലേക്ക് എത്തിക്കാനുള്ള ബ്ലോക്കേജസിനെ, ബിലീഫ് സിസ്റ്റത്തിനെ നമ്മൾ ഹീൽ ചെയ്യാതെ നമുക്ക് എങ്ങനെയാണ് നമ്മൾ ഡിവൈൻ മാസ്കുലിനിലേക്കുള്ള ആ ഒരു പാത്ത് ക്ലിയറായി വരാം? ഇല്ല, നമുക്കത് ക്ലിയർ ചെയ്യാൻ പറ്റില്ല. നമുക്ക് നമ്മുടെ ഉള്ളിലെ ഓരോ അൺഹീൽഡ് പാർട്സിനെയും നമുക്ക് ചുറ്റുമുള്ളതിനെയും നമുക്ക് കാണാനോ അതിനെ ഹീൽ ചെയ്യാനോ റിലീസ് ചെയ്യാനോ സാധിച്ചിട്ടില്ലെങ്കിൽ നമുക്കത് ആ ഒരു പാത്ത് എന്താണ് ഡിവൈൻ ഓപ്പൺ ചെയ്ത് തരില്ല. അപ്പം ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, നമ്മുടെ ഉള്ളിലുള്ള മുറിവുകളെ ഈ സൈക്കിളിൽ നമ്മൾ സ്വയം ഒരു അറിയാതെ ഇങ്ങനെ ചുറ്റിങ്ങനെ നിൽക്കുന്നുണ്ട്, അതിനെ നമ്മൾ ഹീൽ ചെയ്യണം. അത് കഴിഞ്ഞ് നമ്മൾ എക്സ്റ്റേണൽ വേൾഡിലുള്ള നമ്മുടെ ലൂപ്പിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് ഹീൽ ചെയ്യണം. ദെൻ നമുക്കൊരു പാത്ത് അവിടെ ഓപ്പൺ ചെയ്ത് തരും. എല്ലാം ഡിവൈൻ ടൈമിങ്ങിലാണ്, എല്ലാം ദൈവത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം വൺസ് നിങ്ങൾ ഈ ഒരു സൈക്കിൾ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ ഹീലിംഗ് സ്റ്റാർട്ട് ചെയ്തു എന്നാണ് ഉള്ളത്. അതായത് നിങ്ങൾ ചിന്തിച്ചാൽ മതി, നിങ്ങളുടെ ലൈഫിലെ റിയൽ ലൈഫിലുള്ള ഈവൻറ്റ്സ് ഒന്ന് ചിന്തിച്ചാൽ ചില സമയത്ത് എന്താണ് ഫിനാൻഷ്യലി ഉള്ള പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്ന എത്രയോ ഡിവൈൻ ഫെമിനൈൻസ് ഉണ്ടല്ലേ. ഹെൽത്ത് ഇഷ്യൂസ് ഫേസ് ചെയ്യുന്ന ഒരുപാട് ഡിവൈൻ ഫെമിനൈൻസ് ഉണ്ടായിരിക്കും. റിലേഷൻഷിപ്പിലുള്ള ഇഷ്യൂസ് ഫേസ് ചെയ്യുന്ന ഡിവൈൻ ഫെമിനൈൻസ് ഉണ്ടായിരിക്കും. എല്ലാം കൂടെ ഫേസ് ചെയ്യുന്ന ഡിവൈൻ ഫെമിനൈൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കണോ അതോ അത് ഐഡൻറ്റിഫൈ ചെയ്ത് ഹീൽ ചെയ്യണോ എന്നുള്ളത് നമ്മുടെ ഫ്രീ വില്ലാണ്. അത് ഓരോ ഡിവൈൻ ഫെമിനൈൻസും അവരുടെ ജീവിത സാഹചര്യങ്ങളനുസരിച്ച് തീരുമാനിക്കേണ്ടതാണ്. ഇനിയിപ്പം നമ്മളായിട്ടൊരു കോൺഷ്യസ്ലി നമ്മൾ അതിന് എഫേർട്ട് എടുത്തിട്ടില്ല എങ്കിൽ, നമ്മൾ ആ കാര്യത്തെ നമ്മൾ ഇഗ്നോർ ചെയ്യുകയാണെങ്കിൽ പോട്ടെ എൻ്റെ ഡിവൈൻ മാസ്കുലിൻ മതി, അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരാൻ എന്ത് ചെയ്യാൻ പറ്റും എന്ന മാത്രം ചിന്തയിലിരിക്കുകയാണെങ്കിൽ ഡിവൈനായിട്ട് നമ്മളെക്കൊണ്ട് അത് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഇവൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യും. അതത്ര ഈസി ആയിരിക്കില്ല. അതായത് ഒരു സ്കൂളിൽ നമ്മൾ പഠിക്കുന്ന സമയത്ത് എന്താണ് നല്ല രീതിയിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. നേരെ മറിച്ച് നമ്മൾ പഠിക്കാതെ മടി പിടിച്ചിരുന്നാൽ എങ്ങനെ ഉണ്ടായിരിക്കും, ടീച്ചർ നമ്മൾ എന്ത് ചെയ്യും, അടിച്ച് പഠിപ്പിക്കും അല്ലേ. ആ എക്സാമിന് എല്ലാവരും പാസ്സാകണം, പാസ്സാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ ചേർത്ത് കഴിഞ്ഞത്. അപ്പം നമ്മളായിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ടീച്ചേഴ്സ് നമ്മൾ അടിച്ച് പഠിപ്പിക്കുന്നത് പോലെ ഡിവൈൻ നമ്മൾ ഒരിക്കലും ആ ഒരു മടി തോന്നാത്ത വിധത്തിലുള്ള അടി തന്ന് തന്നെ നമ്മളെ പഠിപ്പിക്കും. അപ്പം അതെന്ന് പറയുന്നത് വളരെ പെയിൻഫുള്ളായിരിക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഈ സൈക്കിളിനെ കുറിച്ച് അവെയറായിട്ടിരിക്കുക, ചിന്തിക്കാം. എപ്പോഴും നമ്മൾ ഈ ഒരു സോൾ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്, ഈ ഒരു ട്വിൻ ഫ്ലെയിം ജേർണി ഡിവൈൻ നമുക്ക് നൽകിയിട്ടുള്ളത് ഒരിക്കലും ഒരു റൊമാൻറ്റിക് ലവ് സ്റ്റോറി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമല്ല, അതിനേക്കാൾ അപ്പുറത്തേക്ക് ഒരു വലിയൊരു ഉത്തരവാദിത്തമാണ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്. അതിന് അർഹതപ്പെട്ട സോളുകളായതുകൊണ്ടാണ്. എല്ലാവരെയും ചൂസ് ചെയ്തിട്ടില്ല അല്ലേ, വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഡിവൈൻ ചൂസ് ചെയ്തിട്ടുള്ളൂ. അതെന്തുകൊണ്ടാണ്, നമ്മൾ ആ ഒരു കർത്തവ്യം ചെയ്യാൻ നമ്മൾ നിയോഗിക്കപ്പെട്ടവരായതുകൊണ്ടാണ്. ദൈവത്തിന് നമ്മളിലൂടെ ആക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അതിന് വേണ്ടിയിട്ട് ദൈവത്തിന് നമ്മളിലൂടെ ആക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എന്തായിരിക്കണം, പ്യുവർ ആയിരിക്കണം. ആ പ്യുവർ ആയിരിക്കണമെങ്കിൽ നമ്മുടെ സോൾ എന്ത് ചെയ്യണം, എല്ലാ കർമ്മ ബാഗേജസിൽ നിന്നും ക്ലിയർ ആയിരിക്കണം. ആ ഒരു കർമ്മ ബാഗേജസ് നമ്മൾ ക്ലിയർ ചെയ്യുന്ന സമയത്ത് നമ്മളെ പിതൃക്കന്മാർക്കും അതേപോലെ തന്നെ നമ്മുടെ ഫാമിലീസിനും ഇനി വരുന്ന ജനറേഷനും നമ്മൾ അവിടെ എന്ത് കൊടുക്കണം, അവർക്കും ഒരു അനുഗ്രഹം പോലെ നമ്മൾ അവരുടെ കർമ്മകളും അവരുടെ ആ ഒരു പാറ്റേൺസിനെയും നമ്മൾ അവിടെ ബ്രേക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അതും നമ്മുടെ സോൾ പർപ്പസിൻ്റെ ഭാഗമായിട്ട് ഡിവൈൻ നമ്മളെ ഏൽപ്പിച്ച ജോലിയാണ്. നമ്മുടെ സോൾ ചൂസ് ചെയ്തിട്ടുള്ള കോൺട്രാക്റ്റാണ്. സോ അത് നമ്മൾ ഫുൾഫിൽ ചെയ്യണം. നമ്മൾ ഏൽപ്പിച്ചിട്ടുള്ള ജോലി നമ്മൾ നന്നായിട്ട് ചെയ്യണം. നമ്മൾ ആ ജോലി ഡിവൈൻ ഏൽപ്പിച്ചിരിക്കുന്നത് എന്തിനാണ്, നമ്മളത് ചെയ്യാൻ ക്യാപ്പബിളായ സോളുകളായതുകൊണ്ടാണ്. അപ്പം നമ്മളത് ചെയ്യേണ്ടി വരും. ഇനി ചെയ്യാതെ അയ്യോ എനിക്കിതിലൊന്നും താല്പര്യമില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ ഈ ഒരു ഇല്യൂഷനെയാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ ഡിവൈൻ ആ ട്രൂത്തിനെ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഫോഴ്സ് ചെയ്യും. നിങ്ങളതിന് നിയോഗിക്കപ്പെട്ടവരാണ് എന്നുള്ള ഒരു ആക്സെപ്റ്റൻസ് ആണ് ആദ്യം വേണ്ടത്. അപ്പോൾ ഈ ഒരു സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് പലപ്പോഴും ഫസ്റ്റ് ഈ ഒരു സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്പിരിച്വലി അവേക്കണ്ടായി ഈ ഒരു ജേണിയെക്കുറിച്ച് അറിയും. പിന്നീട് നമ്മൾ എന്താണ് കുറച്ചും കൂടെ അടുത്തൊരു സൈക്കിളിൽ നമ്മൾ എന്ത് ചെയ്യും, കുറച്ചും കൂടെ ഡീപ്പായിട്ട് അറിയും. അതിൻ്റെ അടുത്ത സൈക്കിളിൽ നമ്മൾ നല്ല രീതിയിൽ ഡീപ്പായിട്ട്, അങ്ങനെ ഓരോ സൈക്കിളിൽ എത്തുന്ന സമയത്തും നമ്മൾ നല്ല രീതിയിൽ യൂണിവേഴ്സിനെയും ഈ ഒരു സ്പിരിച്വൽ ജേണിയെയും ട്വിൻ ഫ്ലെയിം ജേണിയും അതിൻ്റെ എക്സാക്റ്റ് മീനിങ്ങും നമ്മുടെ പേർപ്പസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഇങ്ങനെ കണക്റ്റായി വരും. അപ്പം ഇവിടെ നമ്മൾ അവെയർനെസ് എന്താണ്, ഡിവൈനായിട്ട്
എക്സ്പാൻഡ് ചെയ്ത് തരും. എങ്ങനെയാണ് എക്സ്പാൻഡ് ചെയ്യുന്നത്? പലതരത്തിലുള്ള ക്ലെൻസിങ് പ്രോസസ്സിലൂടെ. ഈ ഒരു 6 months എന്ന് പറഞ്ഞാൽ ഡിവൈനായിട്ട് നമുക്കൊരു ബോഡി വൈസും ആണെങ്കിലും ശരി, നമ്മുടെ നെർവസ് സിസ്റ്റം ആണെങ്കിലും ശരി, നമ്മുടെ മെൻ്റൽ, ഇമോഷണൽ, സ്പിരിച്വൽ എല്ലാ തരത്തിലും നമ്മളെ ഡീപ്പ് ക്ലെൻസ് ചെയ്ത് നമ്മൾ ആ സൈക്കിൾ ഫേസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും, നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകും. അപ്പം ഇവിടെ നമ്മളായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ലൂപ്പ് നമുക്ക് ബ്രേക്ക് ചെയ്ത് വരാൻ കഴിയും. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഹീലിംഗ് ചെയ്യണം. അതെങ്ങനെ ഹീൽ ചെയ്യാം എന്നുള്ളത്, ഈ ഒരു 6 സൈക്കിൾ എങ്ങനെ ബ്രേക്ക് ചെയ്യാം എന്നുള്ളത്, ഹീലിംഗ് എങ്ങനെ ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഞാൻ ആ ഒരു ഹീലിംഗ് വീഡിയോസ് ഓരോ ഏരിയാസിലുള്ള ഇഷ്യൂസിന് വേണ്ടിയിട്ടും ചെയ്യുന്നതാണ്. താങ്ക് യു.